ഇതാ ക്ഷേത്ര നടപ്പന്തലിൽ കൂടി ഓടിയെത്തുന്ന ആ തിരുവാഭരണത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സകലതും മറന്നുള്ള സമർപ്പണം. ദർശന സൗഭാഗ്യത്തിനായി കാനനങ്ങൾ പിന്നിട്ട് സന്നിധാനത്തിലേക്ക് ഇതാ 18-ാം പടിയിലേക്ക് കയറുകയാണ്. ആ കുട കൊണ്ട് കയറുന്നുണ്ട്. എന്തായിരുന്നാലും ഒന്നാമത്തെ പെട്ടി ശ്രീകോവിലിൻ്റെ മുന്നിലുള്ള 18-ാം പടിക്ക് മുൻപായി വന്നു കഴിഞ്ഞു. രണ്ടാമത്തെ പെട്ടിയും മൂന്നാം പെട്ടിയും മാളികപ്പുറത്തിലേക്ക് പോകും. ഒന്നാമത്തെ പെട്ടിയാണ് 18-ാം പടിയിൽ കൂടി കയറി ശ്രീകോവിലിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ ആ ഒന്നാമത്തെ പെട്ടി ആ 18-ാം പടിയിൽ കൂടി കടന്നുപോകും. ഇതിനാണല്ലോ ഭഗവാനെ ഞങ്ങൾ കാത്തിരുന്നത്, ഇത് കാണുവാൻ വേണ്ടിയാണല്ലോ ഭഗവാനെ ഞങ്ങൾ കാത്തിരുന്നത്. ഇനി ആ മകര വിളക്ക് കൂടി ഞങ്ങളുടെ കണ്ണിൽ കാണിക്കണമേ എന്നുള്ള പ്രാർത്ഥനയും കൂടിയാണ് ഉള്ളത്. അങ്ങനെ ആ തിരുവാഭരണം ഒന്നാമത്തെ പെട്ടി ശിവൻകുട്ടി ചുമരിലേറ്റിയ ആ തിരുവാഭരണം മെല്ലെ മെല്ലെ ക്ഷേത്രത്തിൻ്റെ 18-ാം പടിയുടെ നടയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആ ഈശ്വര സങ്കല്പം അടുത്തു വരുന്നു. മറ്റൊരു തീർത്ഥാടന കേന്ദ്രത്തിലും കാണാൻ കഴിയാത്ത വ്രതശുദ്ധിയോടുകൂടിയ ആ മണ്ഡലക്കാലം. എല്ലാ കണ്ണുകളും പൊന്നമ്പലമേട്ടിൽ, എല്ലാ മനസ്സും പൊന്നമ്പലമേട്ടിൽ. പരങ്കോടി പുണ്യം വിതയ്ക്കുന്ന ആനന്ദ നിമിഷം അടുത്തു വരികയാണ്. ഇതാ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ആ 18-ാം പടിയുടെ അടുത്തുകൂടി ഒന്നാമത്തെ പെട്ടി ഇതാ 18-ാം പടിയിൽ കൂടി കയറി വരുന്ന ആ ദൃശ്യങ്ങൾ ഇതാ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ തിരുവാഭരണത്തിൻ്റെ ഒന്നാമത്തെ പെട്ടി ഇതാ 18-ാം പടിയിൽ കൂടി കയറി വരുന്ന ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ആറന്മുളയിൽ നിന്നും എത്തിയ പന്തളം കൊട്ടാരത്തിൽ നിന്നും കൊടുത്തയച്ച ആ തിരുവാഭരണം ഇതാ ഒന്നാമത്തെ പടിയിൽ കൂടി കയറി ശ്രീകോവിലിൻ്റെ നടയിലെത്തിക്കുന്ന ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നു. രണ്ടാമത്തെ പെട്ടിയും മൂന്നാമത്തെ പെട്ടിയും ആ മാളികപ്പുറത്തിലേക്ക് കൊണ്ടുപോയി കഴിയും. അങ്ങനെ ആ തിരുവാഭരണം, ആദ്യത്തെ പെട്ടിയായ ആ തിരുവാഭരണം ഇതാ ക്ഷേത്രത്തിൻ്റെ 18 പടിയിൽ കൂടി കയറി ശ്രീകോവിലിനടുത്തേക്ക് കൊണ്ടുവരുന്നു. അത് സ്വീകരിക്കുവാനായി ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രസിഡൻറ്റും അയ്യപ്പ ഭക്തന്മാരും എല്ലാവരും, ഈ ദൃശ്യങ്ങൾ കാണുന്ന എല്ലാവർക്കും ഒരു അഭിമാനകരമായ നിമിഷമാണ്. നമുക്ക് പന്തളം കൊട്ടാരത്തിന് കൊടുത്തയച്ച ഈ തിരുവാഭരണം അയ്യപ്പൻ്റെ മാറിലണിയുവാൻ സമയമായി. ഇതാ നിറവോടുകൂടി ഭക്തിയോടുകൂടി സുരക്ഷിതമായി ഇതാ എത്തിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു വിശ്വാസവും സന്തോഷവും